ഈ സന്തോഷത്തോടൊപ്പം ദുഃഖകരമായ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കർ റാവുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുമോഹൻ. ഞാൻ നിങ്ങളെ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, എൻ്റെ പിന്നിൽ കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ബോർഡ് കാണുന്നില്ലേ? ഈ പോസ്റ്റ് ഓഫീസ് 100 വർഷം കഴിഞ്ഞതിൻ്റെ ആഘോഷ നിറവിലാണുള്ളത്. അതായത് 1926 ഏപ്രിൽ 1-ാം തീയതിയാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടെ നിലവിൽ വരുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പനമ്പറ്റ എന്ന് പറയുന്ന സ്ഥലമാണ്. പിടൂർ വില്ലേജിൽ ആണ് ഇതുള്ളത്. പിടൂർ വില്ലേജ് ഓഫീസിനോട് സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിവിടെ വന്നിട്ട് 100 വർഷം തികഞ്ഞു. ആ 100 മേനി തികഞ്ഞത് ഈ ഏപ്രിൽ 1-നായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുവാൻ എല്ലാവരുമായിട്ട് കഴിയാതെ വന്നത് ശരിക്കും വന്ന് ഇലക്ഷൻ സീസണൊക്കെ ആയതുകൊണ്ട്, ഇലക്ഷൻ്റെ പ്രകമ്പനം കൊണ്ട് ആർക്കും അധികം സമയം കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയത് കൊണ്ടാണ് നിങ്ങളോടത് പങ്കുവയ്ക്കാൻ കഴിയാതെ പോയത്. കൊല്ലം ജില്ലയിൽ തുടങ്ങിയ ആദ്യകാല പോസ്റ്റ് ഓഫീസുകളിൽ ഒന്നാണ് 691508 എന്ന പിൻകോഡ് നമ്പറുള്ള ഈ ആവണീശ്വരം PO എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ്. ഇത് സ്ഥാപിതമായത് മുറിയുള്ള ഒരു ഓലയിട്ട കെട്ടിടത്തിലായിരുന്നു. ഓലമേഞ്ഞ ഒരു മുറിയുള്ളൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ സ്ഥാപനം ആദ്യമായി തുടങ്ങുന്നത്. ഗോപാലകൃഷ്ണ റാവു എന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ 100 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുവാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചത് ഗോപാലകൃഷ്ണ റാവു എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ്. തൊട്ട് ചേർന്നുള്ള വലിയ പട്ടണങ്ങളായ കുന്നിക്കോട് പട്ടണവും പത്തനാപുരം പട്ടണവും ഒക്കെ ഉണ്ടായിട്ട് പോലും അവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ഇല്ലായിരുന്നു. അവിടെ അഞ്ചൽ ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഇതിന് രണ്ടിനും നടുവിൽ ഈ ചെറിയ ഗ്രാമത്തിൽ, അതായത് കാളവണ്ടി മാത്രം സഞ്ചരിക്കുന്ന നടവഴിയുള്ള ഈ നാട്ടിൽ ഒരു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നത് 100 വർഷത്തിന് മുമ്പാണ്. അന്ന് നെയ്ത്തുശാല ഉണ്ടായിരുന്നു. നെയ്ത്തുശാലയിലേക്കുള്ള നൂലും മറ്റും സംസ്കൃത വസ്തുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് പോസ്റ്റൽ വഴിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. അപ്പോൾ അത് 100 വർഷം തികഞ്ഞു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് നിങ്ങളെ ആദ്യം പങ്കുവയ്ക്കുകയാണ്. ആ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സന്തോഷത്തോടൊപ്പം ദുഃഖകരമായ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിലെ 300ഓളം പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുന്നു എന്നുള്ളൊരു ഖ്യാതി ഉണ്ട്. അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ 100 വർഷം പഴക്കമുള്ള ആവണീശ്വരം പോസ്റ്റ് ഓഫീസും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു ഖ്യാതിയുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരോടൊന്നും ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലൊന്നും തന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അഭ്യൂഹം പരന്നിട്ടുണ്ട്. ഈ 100 വർഷം പഴക്കമുള്ള ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിർത്തലാക്കുന്നു എന്നുള്ളൊരു അഭ്യൂഹം വരുന്നുണ്ട്. ഒരു കാരണവശാലും ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിരുന്നു, അതായത് ഞങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ കാലം മുതലുണ്ടായിരുന്നൊരു പോസ്റ്റ് ഓഫീസാണിത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടും സഹകരിച്ച് ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ സഹകരിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെയുള്ളൊരു പോസ്റ്റ് ഓഫീസ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇന്ന് തപാൽ വളരെ കുറവാണ്. അതായത് ഇന്നെല്ലാം ഫോൺ വഴിയുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്ക് തപാൽ സംവിധാനം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി, എന്നാലും അത്യാവശ്യ സംവിധാനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസിനെ ഒരിക്കലും ഇല്ലാതാക്കുന്നത് ശരിക്കും എന്നെപ്പോലെ തന്നെ ഈ നാടിനും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഗോപാലകൃഷ്ണ റാവുവിൻ്റെ മകൻ്റെ മകനായ രാമചന്ദ്ര റാവുവാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമ. ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ വില്ലേജ് ഓഫീസ്, പിടവൂർ വില്ലേജ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അത്രയ്ക്കൊക്കെ സൗകര്യം അടുത്തുണ്ടായിട്ട്, അത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ പോസ്റ്റ് ഓഫീസിനെ ഇവിടുന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാരണമാണ്. അതെന്താണ് അതിന് പ്രധാന കാരണം നമുക്കറിയില്ല. അങ്ങനെ ഒരു അഭ്യൂഹമാണ്. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. സാധാരണക്കാർക്ക് ഒരു അല്പം ഉയരമുണ്ട് എന്നുള്ളൊരു സംവിധാനമുണ്ട്. കുറച്ച് ഉയരമാണ്, അതായത് ഒരു കുറച്ച് പടി കയറി മുകളിലേക്ക് കയറി ചെല്ലണം ഈ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി ചെല്ലുവാൻ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പോസ്റ്റ് ഓഫീസിന് തകരാറുണ്ടാകുന്നതെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ഈ പോസ്റ്റ് ഓഫീസ് മാറ്റി ജംഗ്ഷൻ തൊട്ട് ചേർന്ന് 50 മീറ്റർ അപ്പുറത്ത് ജംഗ്ഷനാണ്, പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു മുറി സജ്ജമാക്കിയിട്ട് അവിടെ ഈ പോസ്റ്റ് ഓഫീസ് തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ സഹകരിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ അപൂർവമായിട്ടുള്ള പോസ്റ്റ് ഓഫീസാണ്. 100 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നൊരു പോസ്റ്റ് ഓഫീസാണ്.
ഒരു കാരണവശാലും ഈ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മേൽഘടകത്തിൽ നിന്നുണ്ടാവരുത്. എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. ഉദ്യോഗസ്ഥർ സഹകരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം. പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലോ ഉള്ളവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര സർക്കാരും അതിൻ്റെ ഉദ്യോഗസ്ഥരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വീണ്ടും വിനയമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.